I- Sorry, I'm okay. Okay, I'm gonna speak in English because in Malayalam, if I think about my Malayalam, I'm gonna get more nervous. ഒരു സ്റ്റേജിൽ ഒരാൾ വന്ന് സംസാരിക്കുന്നു. പെട്ടെന്ന് ഒരു വെപ്രാളം അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച മൈക്ക് വിറയ്ക്കുന്നു, വാക്കുകൾ കിട്ടാതെ വരുന്നു. നമ്മൾ സാധാരണ മനുഷ്യരാണെങ്കിൽ അപ്പോൾ എന്താ ചെയ്യുക? ആ വ്യക്തിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കും. പക്ഷെ ചില മലയാളികൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് ചെയ്യണത്? ഇവൾക്ക് വട്ടാണ്, ഞരമ്പിന് അസുഖമാണ്, ആശുപത്രിയിൽ കൊണ്ടുപോകണം, അങ്ങനെ എന്തൊക്കെ തരം കമന്റുകളാണ് ഒരാൾക്ക് എതിരിടുന്നത്. വിസ്മയ മോഹൻലാൽ ഒരു സിനിമേന്റെ പൂജയുടെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇന്റർവ്യൂ ആയിട്ട് കൊടുത്തതിലും ഒക്കെ ആയിട്ടുള്ള പോസ്റ്റുകൾക്ക് താഴെ വന്ന കമന്റുകളാണ് ഇതൊക്കെ. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കത്തെ മലയാളികളുടെ വൃത്തികെട്ട ചിന്താഗതി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കണ ചില കമന്റുകളാണ് ഇതൊക്കെ. ഒരു കാര്യം മനസ്സിലാക്കണം, വിസ്മയ ജനിച്ചതും വളർന്നതും പഠിച്ചതൊക്കെ കേരളത്തിന് പുറത്താണ്. സ്വാഭാവികമായിട്ടും മലയാളത്തിൽ സംസാരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരിക്കൂല. സ്വന്തം മാതൃഭാഷയാണെങ്കിലും ശരി, ചെറുപ്പത്തിലെ സംസാരിച്ച് ശീലമില്ലാത്തൊരു ഭാഷ ആയിരക്കണക്കിന് ആളുകളുടെയും ക്യാമറകളുടെയും മുന്നിൽ വന്ന് നിന്നിട്ട് സംസാരിക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒരു പതർച്ചയൊക്കെ ഉണ്ട്. മറ്റുള്ളവരെ ഇരുന്ന് കളിയാക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഒരു കാര്യം ആലോചിച്ച് നോക്ക്, ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ഒരാള് അല്ലെങ്കിൽ ഒട്ടും സംസാരിച്ച് ശീലമില്ലാത്ത ഒരാളോട് പെട്ടെന്ന് ഒരു വലിയൊരു സ്റ്റേജിൽ കയറി ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ പറഞ്ഞ ആ വ്യക്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഒന്നും വേണ്ട, ഈ വീഡിയോക്ക് താഴെ കമന്റ് ഇട്ടിട്ടുള്ള ആൾക്കാര് സ്വന്തം പോയിട്ട് കണ്ണാടിന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ഈ അറിയാത്ത ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷ അത് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്ക്. അപ്പൊ നിങ്ങളുടെ കൈകാലുകൾ ഇതുപോലെ വിറക്കുണ്ടോന്നും വെപ്രാളം കാരണം തലയും ശരീരമൊക്കെ ആടുന്നതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് ഇയാൾക്ക് അസുഖമാണ്, മാനസികാവസ്ഥ തെറ്റിയതാണെന്നൊക്കെ പറഞ്ഞാല് അത് അംഗീകരിക്കാൻ പറ്റുമോ? അത് നിങ്ങളും ഇതേപോലത്തെ ഭ്രാന്തനാണെന്ന് സമ്മതിച്ചു തരുമോ? ഈ ലോകത്തെ അധികം ആൾക്കാരും അനുഭവിക്കുന്ന ഒന്നാണ് ഈ സ്റ്റേജ് ഫിയർ അഥവാ പബ്ലിക് സ്പീക്കിംഗ് ആങ്സൈറ്റി. അത് സിനിമാ നടന്റെ മകളെന്നോ സാധാരണക്കാരെന്നോ ഒരു വ്യത്യാസമല്ല. സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് ജനിച്ചപ്പോഴേ സ്റ്റേജ് ഫിയർ ഒന്നും ഇല്ലാതാവൊന്നുമില്ല. അതിന് ഞരമ്പ് രോഗം എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നത് എത്രത്തോളം വിവരക്കേടാണെന്നുള്ളതാണ്. ഫേസ്ബുക്ക് അമ്മമാരെന്ന് പറഞ്ഞ് കളിയാക്കുന്നത് വെറുതെ അല്ല. നമ്മൾ നമ്മളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ, അതായത് മറ്റുള്ളവർ പോസ്റ്റ് ചെയ്യുന്നതിന്റെ താഴെ പോയി ഇടുന്ന ഓരോ കമന്റും അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു അളവുകോലായിട്ട് തന്നെയാണ് മറ്റുള്ളവർ കാണുള്ളൂ. ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരെ മാനസികമായി തളർത്തുന്ന, രോഗിയാക്കുന്ന ഇത്തരം വൃത്തികെട്ട കമന്റുകൾ ഇടാതിരിക്കാനുള്ള ബോധമെങ്കിലും ഇതുപോലെയുള്ള ആൾക്കാരൊന്ന് കാണിക്കണം.